ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്ക്. അപ്പോൾ വൈകിയുള്ള ഈദ് മുബാറക്കാണ്. അപ്പോൾ എല്ലാവരും പെരുന്നാളൊക്കെ കഴിഞ്ഞില്ലേ. അപ്പോൾ എനിക്ക് പെരുന്നാളിൻ്റെ അന്ന് ട്രൈപ്പോഡ് ഒരു പണി തന്ന്. അപ്പം അധികം വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പ്രതീക്ഷിക്കാതെയാണ് മാസം കണ്ടത്. പെട്ടെന്ന് നമ്മൾ നോമ്പുറവി കഴിഞ്ഞപ്പോൾ തന്നെ മാസം കണ്ടും ചെയ്തു. സാധനങ്ങളൊന്നും ഞാൻ ഒരുങ്ങിയിട്ടേ അല്ല, കൊണ്ടൊന്നും വെച്ചിട്ടില്ല. ഞാൻ നാളെ പെരുന്നാളാവില്ല, നാളെ സാധനങ്ങളൊക്കെ കൊണ്ടുവരാന്നുള്ള ലെവലിലേനി. പിന്നെ പെരുന്നാളാണെന്ന് അറിഞ്ഞപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് പിന്നെ സവാളയൊക്കെ തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടോ. എനിക്ക് 3 ഓർഡർ ഉണ്ടായിന്, 2 ഞാൻ ക്യാൻസൽ ചെയ്തു, 1 ഏറ്റെടുത്തിട്ടുള്ളൂ. കാരണം നമുക്ക് പെരുന്നാളിൻ്റെ അന്ന് കഴിയൂല. അപ്പോൾ ഒരു ബിരിയാണി കൊടുക്കാണ് ഏറ്റിക്കണ്. അതേപോലെ ഞമ്മക്കും ബിരിയാണി ഉണ്ടാക്കണ്. പിന്നെ ഞാൻ പാലട പായസം ഉണ്ടല്ലോ, അതുമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ മസാലയൊക്കെ തയ്യാറാക്കുന്നത് ഗ്യാസുമ്മലാണ് കേട്ടോ. ഞങ്ങൾക്ക് കുക്കറിലാണ്, വലിയ കുക്കർ ഉണ്ടായില്ല. 2 കിലോ ചോറ് വരെ നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ ഒന്ന് കൊടുക്കാനുള്ളത് 2 കിലോനാണ്, അത് വേറെ ചെമ്പിൽ അങ്ങനെ സവാള വാട്ടിയെടുക്കുകയാണ്. കാരണം ഞാൻ പെരുന്നാളാവില്ല എന്നുള്ള ലെവലിൽ തന്നെ തലേന്ന് തന്നെ പള്ളിക്കത്ത് നോമ്പുറവേക്കിനി ഇവിടെ. അപ്പോൾ പിന്നെ വിറകൊക്കെ എടുത്തേക്കണം വിചാരിച്ചിനി. അങ്ങനെ വിറകൊന്നും എടുത്തേക്കാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ. അപ്പം ഇനിയിപ്പോൾ തീയൊക്കെ കത്തിക്കണമെങ്കിൽ വിറക് പുറത്താണ്. അപ്പം നല്ല ഇരുട്ടാണ്. അപ്പോൾ നാളിപ്പാക പള്ളിക്ക് പോയിക്കാണ്. പള്ളിയിലൊക്കെ പോയി വന്നിട്ട് വേണം വിറകെടുക്കാൻ പോകാൻ. കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പേടിയാണ്. അപ്പോൾ ഇതിന് ഉള്ളി വയറ്റിലും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാൻ വിചാരിച്ച്. പാലട പായസം ഉണ്ടാക്കാൻ അട ഉണ്ടല്ലോ, അത് തിളപ്പിക്കാൻ ഞാൻ കരണ്ടടുപ്പുമ്മേ വെള്ളം വെച്ചും ചെയ്തിക്കണം. അപ്പോൾ പെരുന്നാളൊക്കെ എല്ലാവരും ഉഷാറായി കഴിഞ്ഞില്ലേ. എല്ലാവരും എന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടി കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ ബിരിയാണിയും ബീഫ് വരട്ടും അതേപോലെ പാലട പായസം ഉണ്ടല്ലോ, അതുമാണ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ നമ്മളെ ചോറ് പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് വരുമ്പോഴത്തേന് കൊടുക്കാനുള്ള ചോറാവും വേണം. പിന്നെ ഞാൻ ഫോൺ കുറേ കയ്യിലൊക്കെ അങ്ങനെ പിടിച്ചങ്ങാണ്ടൊക്കെ അങ്ങനെ വീഡിയോ എടുക്കാൻ തുടങ്ങി കേട്ടോ. കാരണം ഈ ട്രൈപ്പോഡ് കേടുന്ന കാരണേ അങ്ങനെ കൊണ്ടുപോകാനുള്ള ചോറൊക്കെ സെറ്റായിട്ടോ. അപ്പോൾ ഞാൻ വിറകടുപ്പം തന്നെ തീയൊക്കെ കത്തിച്ചുകൊണ്ട് വെള്ളമൊക്കെ തിളപ്പിച്ച് അരി ഇട്ടുകൊണ്ട് തിളപ്പിച്ച് ഊറ്റിങ്ങാണ്ടിട്ടോ ബിരിയാണി വെച്ചത്. പിന്നെ ഞാനിവിടെ പായസം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പം നമ്മളെ ചോറും ഇവിടെ സെറ്റ് ആയിക്കണം. പിന്നെ ഒരു പുഡിങ്ങും ഉണ്ടായിനി, അതും തന്നെ ഉണ്ടാക്കി തലേന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തേക്കണ്. അപ്പം അങ്ങനെ ക്യാമറയൊക്കെ ഉണ്ടോ കടന്ന് കറങ്ങുകയാണ്. പിന്നെ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് എല്ലാവരും എത്തി മിഥുനെ കൊണ്ടാണ് പിന്നെ വീഡിയോ എടുപ്പിച്ചണത്. പിന്നെ അങ്ങനെ ഓരോരുത്തരും വന്നും പോയിട്ട് അങ്ങനെ നിൽക്കണം കേട്ടോ. പിന്നെ ഇത് നമ്മൾ അതിൻ്റെയൊക്കെ ടീച്ചർമാരാണ്. അപ്പോൾ അവർ വന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതാണ് കേട്ടോ. ടീച്ചറെ മോള് പിന്നെ വന്നിക്കണം. അപ്പം മോളെ കൂടെ വെറുതെ ഇരുന്ന് കൊടുത്തതാണ്. പിന്നെ നമ്മളെ മക്കളെ ചങ്ങായിമാരും ബന്ധുക്കാരും കൂട്ടക്കാരും എല്ലാവരും വരവും പോക്കെ ആയിട്ട് അങ്ങനെ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയപ്പോൾ പിന്നെ ഞങ്ങളെ വീട്ടിൽ പോയിട്ടോ. എനിക്ക് പെരുന്നാളിൻ്റെ ഉടുക്കും പോകാൻ കൂടിയിട്ടില്ല. അങ്ങനെ ഓല് 3 സ്കൂട്ടിമേലാട്ടോ പോയത്. പിന്നെ അതിൽ വേറെ ദിവസത്തെ 2 ദിവസം കഴിഞ്ഞിട്ട് പിറ്റേന്നല്ല അതിൻ്റെ പിറ്റേന്നത്തെ വീഡിയോ കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടോ. കാരണം അതൊരു വീഡിയോ ആവാൻ കുറച്ച് ഞാൻ പറഞ്ഞില്ല കുറച്ച് എടുത്തിട്ടുള്ളൂ എന്ന്. പിന്നെ നമ്മൾ പെരേന്നൊന്ന് മാറി നിന്നാൽ കേക്കിനും കാറ്ററിങ്ങിനൊക്കെ ഓർഡർ ചെയ്യിക്കാരോ. ഇത് പിന്നെ നമ്മളതിന് സ്ഥിരം വാങ്ങുന്ന ടീച്ചറാണ് കേട്ടോ. നമ്മളെ സ്കൂളിൽ ഇതൊക്കെ പഠിച്ച സ്കൂളത്തെ ടീച്ചർ ഓർഡർ ചെയ്തതാണ് അവിടുത്തെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. തലേന്ന് രാത്രിയാണ് ഞാനിവിടെ എത്തിയത്. 10 മണിയൊക്കെ കഴിക്കണത്. പിന്നെ 10 മണിക്കൊക്കെ എത്തിയിട്ടാണ് പിന്നെ കേക്ക് ചെയ്ത് കിടക്കണത്. 2:30 മണിയൊക്കെ ഞാൻ ഒന്ന് കിടന്നുറങ്ങിയപ്പോൾ പിന്നെ നമുക്ക് ആ സ്കൂളിൽ നിന്ന് അങ്ങനെ ഓർഡർ തരുന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കും വേണമല്ലോ. പിന്നെ രാവിലെ കുറച്ചൊക്കെ വർക്കും കൂടി ചെയ്യാനുണ്ടായിന് കേക്കുമ്മൽ. അപ്പോൾ അതങ്ങനെ അതിനെയൊക്കെ അംഗൻവാടി കൊണ്ടാക്കിയിട്ടാണ് പിന്നെ ബാക്കിയുള്ള പരിപാടി. അപ്പോൾ 10 മണി 10:30 ഉള്ളിൽ അവിടെ എത്തിക്കും വേണം. അപ്പം ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോട്ടെ.
പറയാം അതൊക്കെ ഓരോരോ അനുഭവങ്ങളാണ് കേട്ടോ. ഈ കേക്കിൻ്റെ ഫീൽഡിൽ വന്ന് എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ അനുഭവങ്ങളാണ് ഇതൊക്കെ. ടീച്ചർ മക്കളോട് പറഞ്ഞ ഓരോരോ വാക്കുകളൊക്കെ കേട്ട് എൻ്റെ മനസ്സും നിറഞ്ഞു കണ്ണും നിറഞ്ഞു കേട്ടോ. അപ്പോൾ ടീച്ചർക്ക് പിന്നെ എന്നെ അറിയാം, കാരണം നമ്മളെ മക്കളൊക്കെ അവിടെ പഠിച്ചതാണ്. അപ്പം ഞാൻ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.